ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രിയ പൃഥ്വിരാജ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു 250 കോടി എമ്പുരാൻ നേടി എന്ന് പറഞ്ഞു. ഇത് ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ്. കുറേയധികം പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു 100 കോടി 200 കോടി 250 കോടി ഇതൊക്കെ കള്ളമാണ്, ഇതൊക്കെ ചുമ്മാ തള്ളി വിടുവാണ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു പടം ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം ഇന്ത്യയിലായതുകൊണ്ട് തന്നെ കുറേയധികം പേര് കാണാനും കയറിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യമേ കട്ട് വേർഷന് മുമ്പ് തന്നെ കട്ട് ചെയ്തിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. അതും 4 ദിവസം കൊണ്ടാണ് ഏകദേശം 100-200 കോടിക്ക് അടുത്ത് തന്നെ അത് നേടിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമാണ്. ഇപ്പം അതാണ്ട് ഈ ഒരു ടൈം വരെ 250 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അത് മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ, മലയാളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ കട്ട് ചെയ്തിട്ട് റീ എഡിറ്റ് ചെയ്ത് വന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ആ ഒരു റീ എഡിറ്റ് ചെയ്ത് വന്ന ഈ ഒരു സിനിമയ്ക്ക് പോലും ഇപ്പോൾ കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഹൈപ്പും കാര്യങ്ങളും ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റമൊന്നുമില്ല. അപ്പം 250 കോടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം 300 കോടി എത്തിയാലും ഒരു ഡൗട്ട് അടിക്കാനുമില്ല. കാരണം ആ ഒരു അത്രയ്ക്ക് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പടത്തിന്. ഈ ഒരു ദിവസങ്ങളിൽ ഇപ്പം ഇന്നത്തെ ദിവസം പോലും പടത്തിന് ആൾക്കാരും എല്ലാം ഉണ്ട്. അപ്പോഴത്തേനും അത് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഇപ്പോൾ 250 കോടി എന്ന് പറയുന്നത് ഒരിക്കലും തള്ളിയതോ ഒന്നും തന്നെയല്ല. അത്രയ്ക്ക് യഥാർത്ഥത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. എന്നാലും ഇത് മലയാളത്തിൽ ഭയങ്കരമായിട്ട് നമ്മുടെ മലയാള സിനിമയെ തന്നെ ഭയങ്കരമായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയൊരു സിനിമയാണ്. ഇതേ കണക്ക് ഇനി സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.